കൊച്ചുമുതലാളി എന്തായാലും അവളുടെ കർണക്കുറ്റി നോക്കി തിരിച്ചൊരടി കൊടുക്കാൻ മോശമായി. എടോ കേട്ടിട്ടില്ലേ, നാറി മർദ്ദനം പാപം. അമ്മ നാറിയാണ്, സഹോദരി നാറിയാണ്, ഭാര്യ നാറിയാണ്, കാമുകി നാറിയാണ്, പെണ്ണുങ്ങളെല്ലാം നാറികളാണ്. ഇതെനിക്കറിയില്ലായിരുന്നിട്ടാ പെണ്ണുങ്ങളൊക്കെ നാറികളാണെന്ന്. ആ നാറിയല്ലടോ നാറി, പിന്നെ നാരികൾ, സ്ത്രീകൾ. എത്രയോ തിരിച്ചടികൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അടിയും അങ്ങനെ കണ്ടാൽ മതി. തനിക്ക് ശരിക്ക് വേദനിച്ചോ? പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. ഒരു തരം നല്ല സുഖമുള്ള വേദന. വേദനയ്ക്ക് സുഖോ? ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലോ സുഖം. അങ്ങനെ ഒരു വേദനയുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അന്നു ഈ ഒരു അടിയുടെ കുറ്റബോധം അവളെ വേട്ടയാടാൻ തുടങ്ങും. പതുക്കെ പതുക്കെ അതൊരു പ്രണയമായി മാറാൻ കൊടുക്കും. ഇനി പതുക്കെ പതുക്കെ പോകാനൊന്നും നേരമില്ല. നമ്മൾ പറഞ്ഞ കാലാവധി ഇന്ന് തീരും. നമ്മൾക്കൊരു എക്സ്റ്റൻഷൻ ചോദിക്കാൻ കൊടുത്താലോ? ഒരു 15 ദിവസം കൂടി. 15 ദിവസമല്ല, 15 മാസം കൊടുത്താലും ഇത് നടക്കാൻ പോകുന്നില്ല. നാറി വിഷയത്തിൽ താൻ വളരെ വളരെ പുറകിലാണ്. നമ്മൾക്ക് മറക്കാൻ പറ്റണില്ല. എന്നാ പിന്നെ ഒരു മാർഗമുണ്ട്. എന്താണ് മാർഗം? ഇനി ആ മാർഗം പറഞ്ഞാൽ മുതലാളിമാരെന്നെ തടയോ? തടയില്ല, പറയാൻ കൊടുക്കണോ? അമ്മയാണ് സത്യം. തന്റെ അമ്മയാണ് സത്യം. എന്നാ പിന്നെ ഞാൻ അവളെ പോയി ഇങ്ങോട്ട് പൊക്കിയെടുത്തു. പെൺഭൂതം പറഞ്ഞിട്ടോ മിച്ചു വെങ്കട്പതി ഈ മാരണം എന്താണ് ഇങ്ങോട്ട് പറഞ്ഞത്? വറു വറു വരാൻ കൊടുക്കണം. ഇരിക്കാൻ കൊടുക്കൂ. പാട്ട് പാടി പുറകെ നടന്ന അവള് മൂക്കും കുത്തി വീഴുന്ന ആരുടെ മണ്ടയിൽ ഉദിച്ച ബുദ്ധിയാ? സേട്ടന്റെ. ഗാനരചനയും സംഗീത സംവിധാനവും ഒക്കെ നിർവഹിക്കാൻ കൊടുത്തത് സേട്ടനാണ്. പാട്ട് കൊള്ളാം, താങ്ക്സ് ഉണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഏറ്റില്ല. നമ്മൾക്ക് ആനന്ദ ഭൈരവിൽ ഒരു പിടിപ്പിച്ചാലോ ദേവ? നല്ല രസമായിരിക്കും. ഇനി എങ്ങും പിടിക്കാനും കൊടുക്കാനും നമ്മളില്ല. അതെ, കുടിക്കാനായിട്ട് ചായ എടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ വട്ടുണ്ടോ? എന്നാ പിന്നെ കാപ്പി എടുക്കാം. മാഡം ചൂടായിരിക്കുന്നത് കണ്ടില്ലേ? തണുത്തത് എന്തെങ്കിലും കൊടുക്കണോ? എന്നാ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് അത് തന്റെ തലയിൽ വെച്ചാൽ മതി, ബുദ്ധി വരും. മാഡം പറയാൻ കൊടുക്കും. 30 ദിവസം കൊണ്ട് കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ട് എന്തായി? ഇയാളെ ഇഷ്ടം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വെല്ലുവിളിച്ചു പോയതാണ്. നമ്മൾ തോറ്റു, നിങ്ങൾ ജയിച്ചു, സമ്മതിച്ചു. ഒരു കോംപ്രമൈസ് ആക്കിയിട്ട് അവരെ നമ്മൾക്ക് തരാൻ കൊടുത്തൂടെ? നോ പറയരുത്. അത്രയ്ക്ക് ഇഷ്ടമായി പോയതുകൊണ്ടാണ്. ആർക്ക്? ഇയാൾക്ക്. വാസി വൈരാഗ്യം മറന്ന് ഈ കല്യാണം നടത്താൻ കൊടുത്തുകൂടെ? ഇയാൾ ആ കുട്ടിയെ പൊണ്ണു പോലെ നോക്കും. ഇനി സ്വത്ത് പോരെങ്കിൽ നമ്മളുടെ സ്വത്ത് കൂടെ കൊടുക്കാം. ആ കുട്ടി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അത് ഉറപ്പാണ്. രേഖ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല. പെൺകുട്ടിയല്ലേ? ഞാനത് എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും? അതെ, കൊങ്ങിണി പറഞ്ഞ ഇവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. കൊങ്ങിണി അറിയോ? ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നമ്മൾക്ക് അറിഞ്ഞിടത്തോളം മതി. ആ കുട്ടി ഏതാ ജാതി എന്നറിയോ? ജാതിയിൽ നമ്മളെക്കാൾ താഴെയാണെങ്കിലും ഹിന്ദു അല്ലേ, അത് മതി. ആ കുട്ടി ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയാണ്. എനിക്കൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ കൂടപ്പിറപ്പായിട്ട്. അവളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ സഹോദരനെ കുറിച്ച് അറിയണം. ഞാനിവിടെ എത്തി. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം സാർ, ഞാനിവിടെ എത്തി. സാറെന്ത് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു? നല്ല പാർട്ടിയാ സാറേ. ഞാൻ ഇന്നലെ പറഞ്ഞ ആളെ ഇപ്പൊ TV കാണാം. സാറെന്താണ് അഗ്രികൾച്ചർ മരം തുടങ്ങട്ടെ, ഇരുമ്പെല്ലാം കൂട്ടിയിട്ട്. എവിടെ സാറാ TV ഒന്ന് ഓൺ ചെയ്തേ. ചേച്ചി ആ ലക്ഷ്മി ഒന്ന് വിളിച്ചേ. മോളെ ആ TV നോക്കിയേ. ഇനി ചെറുക്കനെ കണ്ടില്ല എന്നുള്ള പരാതി പറയരുത്. ഇത് മാറ്റി ആ മനോരമ ചാനലൊന്ന് വെച്ചേ. പിന്നെ നേരത്തെ പറയണ്ടേ? ഞാൻ പറഞ്ഞ പയ്യൻ ഇപ്പൊ TV വരും. കോളേജിലെ പ്രോഗ്രാമിന്റെ ജഡ്ജാ, ലെക്ചറർ അല്ലേ ആ നീലവരെ. അവന്റെ ശ്രദ്ധ മുഴുവൻ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയിലായിരുന്നു. എങ്ങനെയുണ്ട് പയ്യൻ? ഞാൻ കണ്ടില്ല. സുരേഷ് സാർ കണ്ടില്ലേ? പിന്നെ നന്നായിട്ടുണ്ട്. അതാ. എന്താ കുട്ടിയുടെ പേര്? എങ്ങനെ? ആ ഡാൻസ് ചെയ്ത കുട്ടിയില്ലേ, സൂപ്പർ പെർഫോമൻസാ. എനിക്കൊന്ന് ആലോചിച്ചാലോ? നല്ല മാച്ച് ആയിരിക്കും. ആദ്യം ഈ കുട്ടിയുടെ കാര്യം നടക്കട്ടെ. നാളെ ചെറുക്കൻ വരും പെണ്ണ് കാണാൻ. നമസ്കാരം. ഇതാണ് ചെറുക്കൻ, പേര് കൃഷ്ണകുമാർ. ഹായ്, വരൂ, ഇരിക്കൂ. താങ്ക് യു. ചേച്ചി നാണുവേ, തീയതി നിശ്ചയിച്ചോ? ഇതങ്ങ് ഉറപ്പിക്കേണ്ടി വരും. ഞാൻ ഏറ്റു.
ഒരു ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് ആദ്യമായി മാളികപ്പുരയ്ക്കൽ തറവാട്ടിലെത്തിയത്. We are from Income Tax Department. വീടൊന്ന് സെർച്ച് ചെയ്യണം. മാളികപ്പുരയ്ക്കൽക്കാർക്ക് കണക്കിൽപ്പെടാത്ത സ്വത്തൊന്നുമില്ല സാറേ. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച. എന്തായാലും തെറ്റിദ്ധരിച്ചില്ലേ, ഇനി സത്യം അറിഞ്ഞിട്ട് പോവാം. അല്ലേ സാറേ? മിനിസ്റ്റർ വിളിക്കേ. പേടിക്കണ്ട, നിങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ സമയം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. Come on, search. സാർ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക് സാർ. പ്ലീസ് നിൽക്ക് സാറേ. ആരാ? എന്താ വേണ്ടേ? ഇതാരാ? ആന്റിയാ. എന്താ? ഇപ്പൊ എവിടെയാ? വിളിക്കാ. ഞാൻ റെയ്ഡ് സുരേഷ്, സോറി, ഇൻകം ടാക്സ് ഓഫീസർ. പേര് സുരേഷ്. എവിടെയാണ് സുരേഷ്? ഇവിടെയില്ല. ആരാ? നിന്റെ ആങ്ങള് സുരേഷിന് ഞങ്ങളുടെ പെങ്ങളോടൊരു പ്രേമം, അതങ്ങോട്ട് മറക്കാൻ പറഞ്ഞേക്ക്. ഇവിടത്തെ ചെക്കൻ കാരണം ഞങ്ങളുടെ കുടുംബത്തിന് വല്ല ചീത്തപ്പേരുണ്ടായ ഒറ്റൊരുത്തിനും പിന്നെ അവനെ ജീവനോടെ കാണില്ല. ഭീഷണിപ്പെടുത്താണോ? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഇവള് കൊള്ളാവല്ലോ ടോമിച്ച. പരാതി കൊടുക്കുമ്പോ ഇതുകൂടെ ചേർത്ത് കൊടുത്തേക്ക്. നിനക്കെന്താടാ ഇവിടെ കാര്യം? നിങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ സണ്ണിയച്ചനും ടോമിച്ചനും എന്റെ വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. ഓഹോ, അത് ചോദിക്കാൻ വന്നതാണോ? പിന്നെ ചോദിക്കണ്ടേ? ഒരേ ഒരു പെങ്ങളുടെ പേരിലുള്ള കോടികളുടെ സ്വത്ത് കൈയടക്കി വെച്ച് അവളെ കെട്ടിച്ചേക്കാൻ പോലും കൂട്ടാക്കാതെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആങ്ങളമാരുടെ കോപ്രായമായിട്ട് വേണമെങ്കിൽ എനിക്കിതിനെ കണക്കാക്കാമായിരുന്നു. പക്ഷേ എന്റെ പെങ്ങളുടെ കരണത്തടിച്ചതിന് ക്ഷമിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല. അതങ്ങ് തിരിച്ചു തന്നില്ലെങ്കിൽ അവളുടെ ആങ്ങളെന്ന പോസ്റ്റിലിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഇവളെ ഞാൻ കൊണ്ടുപോവാ. നിയമാനുസരണം ഇവളെന്റെ ഭാര്യയാണ്. ഇതാ രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. സമയം കിട്ടുമ്പോൾ വായിച്ചു പഠിക്കുക. പിന്നെ എനിക്ക് നിങ്ങളുടെ പണവും സ്വത്തൊന്നും വേണ്ട, പക്ഷേ ഇവളെ വേണം. മുത്തശ്ശി ഞങ്ങളെ അനുഗ്രഹിക്കണം. നിന്നെ അതെ, മാളിയപ്പുറക്കൽ വന്ന് ഷോ കാണിച്ചിട്ട് ഇവിടുത്തെ പെങ്കൊച്ചിനെ കൊണ്ട് ജീവനോടെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചോ നീ? അവരെല്ലാം എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വന്ന പോലീസാ. കൂടെയുള്ളവര് എന്റെ സുഹൃത്തുക്കളും. എടാ സണ്ണിച്ച, ഇവക്ക് ഇഷ്ടമാണെങ്കിൽ ഇറങ്ങി പൊക്കോട്ടടാ, തടയാൻ നിക്കണ്ട. ചെല്ലുമോളെ, പോയി സന്തോഷമായിട്ട് ജീവിക്കേ. ചെല്ലേ. കേറി വാ മോളെ. നീ വിഷമിക്കണ്ടടി, നിന്റെ കല്യാണം നാടറിയിച്ച് ഗംഭീരമായിട്ട് നടത്താം. പോടാ.
കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളോ കൊലയാളിയോ കണ്ടെത്താൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വന്തം കുടുംബത്തിലെ പ്രതിയെ ചൂണ്ടിക്കാണിച്ച് അവൾ പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങി. പണത്തിന്റെ സ്വാധീനത്താലും തെളിവുകളുടെ അഭാവത്താലും കുറ്റവാളികളെല്ലാം നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവളെ തിരിച്ചു കൊണ്ടുപോകാൻ അവളുടെ ആങ്ങളമാർ കുറെ ശ്രമിച്ചു. പക്ഷെ അവളെ കൂട്ടാക്കിയില്ല. കല്യാണം കഴിഞ്ഞ പെണ്ണ് താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണെന്ന് അവൾ ഷാഠ്യം പിടിച്ചു. ഉപേക്ഷിക്കരുതെന്ന് ഞങ്ങളോടും. ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ഭാര്യയ്ക്ക് കിട്ടിയ ജോലിയുമായി അവൾ കോയമ്പത്തൂർക്ക് വന്നപ്പോഴും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. ഞങ്ങളും കൂടെ പോന്നു ഇങ്ങോട്ട്. ഇവിടെ വന്നപ്പോഴും അവര് ഭീഷണി തുടർന്നു. അന്ന് ഹൈവേയിൽ വെച്ച് ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അത് ഇവളുടെ ഒരു ആങ്ങളെയാണ്. ഇവളെ വിട്ടുകിട്ടാൻ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും മാത്രമേ ദൈവം അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. ദയവ് ചെയ്ത് അവളെ മറക്കണം ഇനിയെങ്കിലും. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ സംഭവ ദിവസം സുരേഷ് രേഖയുമായി വീട്ടിൽ വന്ന് കയറിയത് വൈകിട്ട് 5 മണിക്കാണ്. മണിയറയിൽ കയറിയത് രാത്രി 10 മണിക്ക്. കൊലയാളി മണിയറയിൽ പ്രവേശിച്ചത് രാത്രി 10:05. സുരേഷ് കൊല്ലപ്പെടുന്നത് രാത്രി 10:10. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് മണിയറയിൽ കയറിയ സമയവും കൊല്ലപ്പെട്ട സമയവും വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ. അത് എന്താണ്? അതെ, ഒന്നും നടന്നിട്ടില്ല. അവര് തമ്മിൽ ശാരീരിക ബന്ധമൊന്നും നടന്നിട്ടില്ല. ഒന്ന് പോടോ കഴുത കുറഞ്ഞ. ഇനി അതിന്റെ പേരിൽ ഈ കല്യാണം മുടങ്ങണ്ടെന്ന് വെച്ചത് പറഞ്ഞാണേ. ദേവാ, താൻ എന്ത് പറയുന്നു? നമ്മൾക്ക് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. നമ്മൾക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ ആ രേഖയോട്? ക്ഷമിക്കാൻ കൊടുക്കണം. ഇയാൾ കാരണമാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നത്. നിങ്ങൾ നമ്മളെ ഒരു ശല്യക്കാരായി കാണരുത്. വരൂ, അകത്തേക്കിരിക്കാം. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഇയാൾക്ക് ഒരു ആഗ്രഹം. കുട്ടിയെ ഒരു മിനിറ്റ് ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. വേണ്ട വേണ്ട എന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇയാൾ കേൾക്കാൻ കൊടുക്കണ്ടേ? ഇയാളുടെ മുഖം ഒന്ന് വാടിയാൽ നമ്മളുടെ സംഘ് പൊട്ടും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 1 മിനിറ്റ്. അവളാ മുറിയിലുണ്ട്. രേഖ, ഒരാളെ ജീവന് തുല്യം സ്നേഹിക്കാൻ കൊടുക്ക, അയാളുടെ വേർപാടിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ കൊടുക്ക. നമ്മൾക്ക് അറിയാൻ പറ്റണില്ല, അതാണോ ജീവിതം? ഊർപ്പാട് ഇഷ്ടപ്പെടുന്നവരെ ദൈവം നേരത്തെ വിളിക്കാൻ കൊടുക്കും, അതാണ് പ്രമാണം. അങ്ങനെ കരുതി സമാധാനിക്കാൻ കൊടുക്കാം. ഒന്നും അറിയാതെ നമ്മൾ പിന്നാലെ വരാൻ കൊടുത്തു. ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ സോയിക്കാൻ കൊടുക്കാണ്. നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കൊടുത്തൂടെ? മനസ്സ് നിറഞ്ഞ ഇഷ്ടം ഒരു ജന്മത്തില് ഒരാളോട് തോന്നുള്ളൂ, അത് നമ്മൾക്കറിയാം. നമ്മളുടെ കാര്യത്തിലും അങ്ങനെയായിപ്പോയി. രേഖ, നമ്മൾ സുരേഷിനേക്കാളേറെ തന്നെ സ്നേഹിക്കാൻ കൊടുത്തോളാം. നമ്മൾക്ക് ഇന്നൊരു മറുപടി തരണം. ഇനിയും തനിക്ക് നമ്മളെ ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ പോകാൻ കൊടുക്കാം. ഈ ജന്മം നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു തീർക്കാൻ കൊടുക്കാം. എന്താണെന്നും പറയാൻ കൊടുക്കാത്തത്? എന്തെങ്കിലും ഒന്ന് പറയാൻ കൊടുക്കൂ. അവള് സംസാരിക്കില്ല. ഓ, അങ്ങനെ വാസി പിടിക്കരുത് ദേവാ. അവള് ജന്മനാ സംസാരിക്കില്ല. എന്ന് വച്ചാൽ ഊമയാ? എല്ലാം അറിഞ്ഞുകൊണ്ടാ സുരേഷ് ഇവള് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ അറിയാമെന്നാ
ഞാൻ കരുതിയത്. ആ കുട്ടി സംസാരിക്കണോ? तूवल तायो ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാണ്. നമ്മൾക്ക് അതൊന്നും അറിയാൻ കൊടുത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാൻ കൊടുക്കണ്ടേ? അന്നു നമ്മൾക്ക് ആ കുട്ടി മതി. സംസാരിക്കാൻ പറ്റില്ല. എന്ത് കുറവുണ്ടായാലും നമ്മൾ സഹിക്കാൻ കൊടുക്കാം. അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. തനിക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾക്കും ഇഷ്ടമാണോ? അന്നു ഒന്നോർത്താൽ സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. സംസാരിച്ച് നമ്മളെപ്പോലെ കുഴപ്പമാവില്ല. അന്നും പക്ഷെ അവൾക്ക് ഇതുവരെ സമ്മതിക്കാൻ കൊടുത്തിട്ടില്ല. അവൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്തെ നമ്മൾക്ക് കല്യാണമില്ല. കണ്ട സ്നേഹ കണ്ട, ഇതാണ് സ്നേഹ. കറത്തീർന്ന സ്നേഹ. സ്നേഹ കൊടുത്താൽ സ്നേഹ കൊടുക്കണം. ഈ സ്നേഹ വേണ്ടെന്ന് വെച്ചാൽ ഈശ്വരന്മാർ പോലും പൊറക്കില്ല. സുരേഷിന്റെ അമ്മയും സഹോദരിയും ഒക്കെ ആഗ്രഹിക്കുന്നത് തനിക്ക് നല്ല ഒരു ജീവിതമാണ്, തന്റെ സന്തോഷമാണ്. തനിക്ക് ഒരു ജീവിതമില്ല എന്ന് ഓർക്കുമ്പോൾ സുരേഷ് മരിച്ചതിനേക്കാൾ സങ്കടമാണ് ഇവർക്ക്. അല്ലെങ്കിൽ അവർ പറയാൻ കൊടുക്കട്ടെ. എന്റെ മോള് ഈ കല്യാണത്തിന് സമ്മതിക്കണം. ഒരൊറ്റ മിനിറ്റ്, ഒരു കാര്യം പറയാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. എഴുതാൻ കൊടുക്കാമല്ലോ. ഒരു പേനയും പേപ്പറും എടുത്ത് ഒന്ന് എഴുതാൻ കൊടുക്കൂ. നമ്മളെ ഇഷ്ടമാണെന്ന് വെറുതെ എഴുതാൻ കൊടുക്കൂ, നല്ല രസമായിരിക്കും. ഇനി എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കാൻ കൊടുക്കൂ. ഇങ്ങനെ ഐ ലവ് യു. ഒരു കാര്യം പറയാനുണ്ട്. വർദ്ധിക്ക് ഉറപ്പിച്ചല്ലേ? കല്യാണം ഉറപ്പിച്ചു.